നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഏതായിരിക്കും? ഒരുപക്ഷേ നമ്മൾ ഏതു വഴിയിലൂടെയാണ് നടക്കുന്നത് എന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായമാണ്. ഇത് വെറുമൊരു അധ്യായമല്ല, മറിച്ച് ജീവിതത്തിലെ 2 വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്ന ഒരു വഴികാട്ടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1-ാമത്തെ വാക്യം തന്നെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ് തുടങ്ങുന്നത്, അല്ലേ? ദുഷ്ടരുടെ ആലോചനയിൽ നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. എന്താണിതിൻ്റെ അർത്ഥം? വളരെ സിമ്പിളാണ്. നമ്മൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, ആരുടെ ഉപദേശമാണ് കേൾക്കുന്നത്, എവിടെയാണ് സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് സങ്കീർത്തനം തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നതിലാണ് ഈ യാത്ര തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനത്തിൻ്റെ യഥാർത്ഥ റോൾ എന്താണ്? ഇത് വെറുമൊരു കവിത മാത്രമല്ല, ഇതൊരു മുഖവാതിലാണ്. അതെ, ഒരു മുഖവാതിൽ. എങ്ങോട്ടുള്ള മുഖവാതിൽ? സങ്കീർത്തന പുസ്തകത്തിൽ മൊത്തം 180 അധ്യായങ്ങളുണ്ടല്ലോ. ആ വലിയ ലോകത്തേക്കുള്ള ഒരു പ്രവേശന കവാടം പോലെയാണ് 1-ാം സങ്കീർത്തനം. അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്ക്, ഒരു കാര്യം തീരുമാനിക്കണം എന്ന് പറയുന്നത് പോലെ. നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പിന്നീടുള്ള യാത്ര മുഴുവൻ. ആ ഒരു ചോയ്സ്, ആ ഒരു തിരഞ്ഞെടുപ്പാണ് സങ്കീർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴിയിലേക്ക് കടക്കാം. സങ്കീർത്തനം പറയുന്ന നീതിമാന്റെ വഴി. എന്താണ് ഈ വഴി? ഈ വഴിയിലൂടെ നടക്കുന്ന ആളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നീതിമാനായ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവർ ചില കാര്യങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു. നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ ദുഷ്ടരുടെയും പാപികളുടെയും പരിഹാസികളുടെയും കൂട്ടം. അവിടെ നിന്നെല്ലാം അവർ മാറി നിൽക്കുന്നു. ഇനി 2-ാമത്തെ കാര്യം, അവർ ചില കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അതെന്താണ്? ദൈവത്തിൻ്റെ നിയമം. അതിലവർ സന്തോഷിക്കുന്നു, അതിനെപ്പറ്റി രാവും പകലും ചിന്തിക്കുന്നു. അപ്പോൾ ഒരേ സമയം ഒരു ഒഴിവാക്കലുമുണ്ട്, ഒരു സ്വീകരിക്കലുമുണ്ട്. ഇങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ സങ്കീർത്തനം ഉപയോഗിക്കുന്ന ഒരു രൂപകം അതിമനോഹരമാണ്. എന്താണെന്നറിയുമോ? വെള്ളത്തിനരികിൽ നട്ട ഒരു വൃക്ഷം. ഒന്ന് ഓർത്തു നോക്കൂ ആ ചിത്രം. ആവശ്യത്തിന് വെള്ളം കിട്ടി തഴച്ചു വളരുന്ന ഒരു മരം. അപ്പോൾ ആ മരത്തിനെന്ത് സംഭവിക്കും? അതിന് നല്ല ആഴത്തിൽ വേരുകളുണ്ടാകും, നല്ല സ്ഥിരതയുണ്ടാകും. ചെറിയ കാറ്റിലൊന്നും അത് വീഴില്ല. ഡുങ്ങ് സമയത്ത് അത് നല്ല ഫലം തരും. പിന്നെ അതിൻ്റെ ഇലകൾ വാടിപ്പോകില്ല. കണ്ടില്ലേ? ഇതേപോലെയാണ് നീതിമാന്റെ ജീവിതവും. ദൈവത്തിൻ്റെ നിയമങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ ജീവിതം ഉറപ്പുള്ളതാകും, ഫലപ്രദമാകും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയമുണ്ടാകുമെന്നാണ് സങ്കീർത്തനം പറയുന്നത്. ശരി, ഇപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ ചിത്രം കണ്ടു. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. 2-ാമത്തെ വഴി, ദുഷ്ടന്റെ വഴി. ഇവിടെ ചിത്രം എങ്ങനെയാണ് മാറുന്നത് നോക്കാം. സങ്കീർത്തനം വളരെ ലളിതമായിട്ടാണ് ഈ മാറ്റം പറയണത്. ദുഷ്ടർ അങ്ങനെയല്ല, ആകെ 3 വാക്കുകൾ. പക്ഷെ അതിലുണ്ടെല്ലാം. ആ വെള്ളത്തിനരികിൽ നിൽക്കുന്ന മരം പോലെ അല്ല ഇവരുടെ ജീവിതം. അതൊരു വലിയ വഴിത്തിരിവാണ്, അല്ലേ? ആ ഉറപ്പും സ്ഥിരതയും ഒന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ മരം പോലെ അല്ലെങ്കിൽ പിന്നെന്തുപോലെയാണ്? സങ്കീർത്തനം പറയുന്ന അടുത്ത രൂപകം ഇതാണ്. കാറ്റടിക്കുന്ന ചേവല്, അതായത് പതിര്. നെല്ല് പാറ്റുമ്പോൾ ഭാരമില്ലാത്ത പതിര് കാറ്റിൽ പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതിന് വേരുകളില്ല, ഭാരമില്ല, ഒരു ദിശയുമില്ല. കാറ്റ് എങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ടത് പറന്നു പോകും, അത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വഴിയുടെ ഫലങ്ങളും നേരെ തിരിച്ചാണ്. യാതൊരു സ്ഥിരതയുമില്ല. എപ്പോൾ വേണമെങ്കിലും ചിതറിപ്പോകാം. ഉള്ളിലൊന്നുമില്ല, ഒരു ശൂന്യതയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഒരു ന്യായവിധി വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവർ കുറച്ചു നിൽക്കാൻ കഴിയില്ല. ആ പതിരുപോലെ പറന്നു പോകും. അപ്പോൾ നമ്മൾ 2 വഴികൾ കണ്ടു, 2 രൂപകങ്ങൾ കണ്ടു. ഇനി ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ്? ഈ 2 വഴികളുടെയും ഡെസ്റ്റിനേഷൻ, ആ അന്തിമ ഫലം എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ താരതമ്യം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് നീതിമാൻ, അവർക്ക് സ്ഥിരതയുണ്ട്, അവരുടെ ജീവിതം ഫലപ്രദമാണ്. ഏറ്റവും പ്രധാനമായി ദൈവം അവരുടെ വഴിയെ അറിയുന്നു. ഇനി മറുവശത്ത് ദുഷ്ടൻ, അവരുടെ ജീവിതം ശൂന്യമാണ്, നിലനിൽപ്പില്ലാത്തതാണ്, അതിൻ്റെ അവസാനം നാശമാണ്. കണ്ടില്ലേ വ്യത്യാസം? ദൈവം ഒരു വഴിയെ സംരക്ഷിക്കുന്നു, മറ്റേ വഴി നാശത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നു. ഇതാണ് ആ അധ്യായത്തിലെ അവസാനത്തെ വാക്യം. ദുഷ്ടരുടെ വഴി നശിച്ചു പോകുന്നു. വളരെ കടുപ്പമുള്ള എന്നാൽ വളരെ വ്യക്തമായൊരു പ്രസ്താവനയാണിത്. ഇതിലപ്പുറം ഒന്നും പറയാനില്ല. ആ വഴിയുടെ അവസാനം നാശമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ ഇതൊക്കെ പണ്ടെങ്ങും എഴുതിയൊരു കവിതയല്ലേ? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്തു പ്രസക്തിയാണുള്ളത്? ഇതിൽ നിന്ന് നമുക്ക് പ്രായോഗികമായി എന്ത് പഠിക്കാനുണ്ട്? അതാണ് അടുത്ത ചോദ്യം.
ഈ ഒരു അധ്യായം മുഴുവൻ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് കിട്ടും. ഒന്നാമത്തേത്, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായി, യഥാർത്ഥ സന്തോഷം പുറമേയുള്ള കാര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലാണ്. മൂന്നാമത്തേത്, ദൈവവുമായൊരു ബന്ധം സൂക്ഷിക്കുന്ന ജീവിതത്തിന് ഉറപ്പും ഫലവും ഉണ്ടാകും, ആ മരം പോലെ. നാലാമത്തേതും അവസാനത്തേതുമായി, ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം ആ പതിര് പോലെ ശൂന്യവും ലക്ഷ്യമില്ലാത്തതുമായിരിക്കും. ഇതാണ് ഈ സങ്കീർത്തനത്തിന്റെ ആകത്തുക. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനം നമ്മുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് വയ്ക്കുകയാണ്. 2 വഴികൾ. ഒന്ന് ആ തഴച്ചു വളരുന്ന മരത്തിൻ്റെ വഴി, മറ്റൊന്ന് ആ കാറ്റിൽ പറക്കുന്ന പതിരിൻ്റെ വഴി. ഈ വിശകലനത്തിൻ്റെ അവസാനം സങ്കീർത്തനം ചോദിക്കുന്ന അതേ ചോദ്യം ഞാനും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുക്കും?